അരിയൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പത്തിരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നേ. അപ്പോൾ നമുക്ക് അപ്പത്തിനുള്ള ബാറ്ററും തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്ക് എടുക്കില്ല ആ ഒരു പൊടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടി, നൈസായിട്ടുള്ള പൊടി, അതൊരു 3 കപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 തൊട്ട് 1.5 കപ്പ് വരെയൊക്കെ ചോറാണ്, വേവിച്ച ചോറും. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഇതങ്ങ് വർക്കാവുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് 2 ബാച്ചസ് ആയിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്, ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അപ്പത്തിന് ഇതുപോലെ അരച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം, അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആ ഒരു പഴകിയ മാവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂർ, 2 തൊട്ട് 3 മണിക്കൂറിനകത്ത് തന്നെ ഈ ഒരു മാവ് നന്നായിട്ട് പുളിച്ചൊന്ന് കിട്ടും. അപ്പോൾ ആ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനാട്ടോ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിട്ട് ഞാൻ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. മാവ് നല്ലോണം കട്ടി അതിനോട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചത് തന്നെ. അപ്പോൾ അതൊന്ന് നമ്മൾ കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് അപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതാ ഒരു കുക്കറാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, 2 കഷ്ണം തക്കോലം, 3-4 ഏലക്ക, 4-5 ഗ്രാമ്പു, 1 ടീസ്പൂണോളം പെരുംജീരകം. ഇത്രയും കൂടെ എണ്ണയിലോട്ടൊന്ന് ചേർത്ത് ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫുള്ളടനെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 തൊട്ട് 4 പച്ചമുളക് വരെയൊക്കെ ആകാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ ഒരു 10-12ഓളം കാഷ്യൂനട്ടും 1 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സും കൂടെ ചേർത്തിട്ട് ഒരു 1/2 കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വയ്ക്കും. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. പിന്നെ ഇതാ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 സവാളാണ് കേട്ടോ അരിഞ്ഞ് വെച്ചത്. അതിൽ നിന്ന് കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി സവാള ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഒണിയൻ നന്നായിട്ടൊന്ന് വേണ്ട ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് ഒതുങ്ങി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു പാകമൊക്കെ ഒന്ന് എത്തിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. കുഞ്ഞ് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 3/4 കിലോളം ചിക്കനാണ് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ചിക്കൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 1 കപ്പോളം തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ ഒരു ടൈമിൽ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിസിൽ കൊടുത്താൽ മതിയാകും, ചിക്കൻ റെഡിയായി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഞാൻ വെറുതെ അടപ്പ് വെച്ചിട്ട് വെറും നോർമൽ ഒരു ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. ഇടയ്ക്കൊന്ന് അടപ്പ് മാറിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഇട്ട് ഈ ഒരു കറിക്ക് നമ്മൾ കറിവേപ്പില ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അതാ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തേക്കാം. തേങ്ങ ചിരകിട്ടയിൽ വെള്ളം ഒഴിച്ചൊന്ന് കട്ടിക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറിലെ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് ചേർത്തേക്കാം. ഞാൻ ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകൊന്ന് ചതച്ചതും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിത് അരച്ച് വെച്ചിട്ടുള്ള ഒരു കാഷ്യൂനട്ട് ആ ഒരു പോപ്പി സീഡ്സും കൂടെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ അരച്ച പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു ടൈമിൽ കറി നല്ലോണം തിക്കാം. നമ്മുടെ ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കാം. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കുറച്ച് സവാളയും കൂടെ ചേർത്ത് സവാള ഒന്ന് ബ്രൗണായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു കൈപ്പിടി കാഷ്യൂനട്ടാണ് കേട്ടോ. അതും പിന്നെ 1 കഷ്ണം ചെമ്പലയും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി അതും കൂടെ നമുക്കിനി കറിയിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ വേണമെങ്കിൽ പറയാം.
അപ്പോൾ എന്തായാലും കളറ് കണ്ട് ഇഷ്ടപ്പെടില്ല ചിലർക്ക്, കഴിച്ച് നോക്കുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ആ ഒരു കറിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് തന്നെ അപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത്രയും വീണ്ടും ഒന്ന് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാൻ അതാ ഒരു അപ്പച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ മാവൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഇങ്ങനെ കറക്കി എടുത്താലും മതി. അടച്ച് വെച്ച് 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ അപ്പം റെഡിയായി കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നടുക്ക് നല്ല പഞ്ഞി പോലെയും സൈഡൊക്കെ നല്ലോണം മൊരിഞ്ഞ് അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ നമ്മൾ കുതിർന്ന് വരാനായിട്ട് ഇടാൻ മറന്നു പോയാൽ ഇങ്ങനെ ചെയ്യാമേ. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് കല്ലപ്പം ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എടുത്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലപ്പത്തിൻ്റെ യഥാർത്ഥ റെസിപ്പി അറിയാമെന്നുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ. നല്ല ട്രഡീഷണലായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അറിയാമെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാമല്ലോ. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇടാം. അപ്പം കല്ലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള അപ്പത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് മൊരിഞ്ഞിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇതെന്ന് വെച്ചാൽ ഫുള്ളായിട്ടൊരു സ്പോഞ്ചി ടെക്സ്ചറാണ്. അപ്പോൾ കാണാനും ചെറിയൊരു വ്യത്യാസമുണ്ട്, ചെറിയതിൽ നല്ലൊരു വ്യത്യാസമുണ്ട്, കഴിക്കുമ്പോഴും ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതാ കല്ലപ്പവും നോർമലായിട്ടുള്ള അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഞാൻ കല്ലപ്പം എന്ന് പറഞ്ഞിട്ടപ്പം കുറേ പേരുടെ അടുത്ത് കമൻറ്റ്സ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലിട്ട സമയത്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കല്ലപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി പറയുമെന്നൊക്കെ. അപ്പോൾ കല്ലപ്പത്തിന് ഞാൻ പ്രത്യേകിച്ച് വേറെ റെസിപ്പിയൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് സാധാരണ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ സെയിം ബാറ്റർ തന്നെയാണ്. നോർമൽ ഒരു ദോശ ചട്ടിയിൽ ഒഴിച്ചൊന്ന് ചുട്ടെടുത്തൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു കല്ലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂവും നോർമൽ അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പം ഈ ഒരു റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബിലാണ് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടൊന്ന് മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.